ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടുഡേ വാട്ട് ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് ഇസ് സെൽഫ് ലവ്. സെൽഫ് ലവിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ. ജസ്റ്റ് സെക്കൻഡ്. സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു വേർഡാണ് സെൽഫ് ലവ്, സെൽഫ് ലവ്, സെൽഫ് ലവ് എന്ന് പറയുന്നത്, അല്ലെ? ഒരുവിധ ആൾക്കാരൊക്കെ സെൽഫ് ലവിനെ കുറിച്ച് സംസാരിക്കുന്നതാണ്. പക്ഷെ ആക്ച്വലി ഈ എന്താണ് സെൽഫ് ലവ് എന്നുള്ള ക്ലാരിറ്റി എല്ലാവർക്കും ഉണ്ടോ എന്നുള്ളത് അതൊരു സംശയമാണ്. കാരണം സെൽഫ് ലവ് എന്ന് പറഞ്ഞുകൊണ്ട് പലരും അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇങ്ങനെ ആക്കണം, അങ്ങനെ ആക്കണം എന്നൊക്കെ പറയും. പക്ഷെ വാട്ട് എക്സാക്ട്ലി ഇസ് സെൽഫ് ലവ് എന്നുള്ളത് ആക്ച്വലി നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണെന്നുള്ളത്. അപ്പൊ നമ്മള് സെൽഫ് ലവിനെ നമുക്ക് രണ്ട് ഭാഗമായിട്ട് തിരിക്കാം. സെൽഫ് പ്ലസ് ലവ്, അല്ലെ? ലവ്, നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്, സ്നേഹത്തിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ട്, മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം റിസീവ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ഈ സ്നേഹത്തിന്റെ കൂടെ നമ്മളെ സെൽഫിനെ ചേർത്ത് നിർത്തുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതായത് സ്നേഹത്തിനെ കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിക്കും. നമ്മൾ കുട്ടികൾക്ക് സ്നേഹം കൊടുക്കുന്നതിനെ കുറിച്ച് സംസാരിക്കും, ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കും, ഉമ്മമാരെ നോക്കുന്നതിനെ കുറിച്ച് സംസാരിക്കും. അപ്പൊ എവിടെ എന്ത് രീതിയിൽ ഏത് റിലേഷൻഷിപ്പ് എടുത്താലും, ഇതിപ്പോ കൊളീഗ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും പാരന്റ്സ് ആയാലും ആരായാലും, ഇവിടെ നമ്മൾ ഏതൊരു ബന്ധത്തിനെ എങ്ങനെ കൊണ്ടുപോകണം എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഉത്തരാണ് സ്നേഹം കൊണ്ട് നിലനിർത്തുക എന്നുള്ളത്. പക്ഷെ എല്ലാവരിലേക്കും നമ്മൾ സ്നേഹം കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ ആക്ച്വലി അവിടെ നമ്മളെ സെൽഫ് അവിടെ ഉണ്ടോ? ആ സ്നേഹത്തിന്റെ കൂടെ, നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിന്റെ കൂടെ നമ്മളെ സെൽഫിന് എന്ത് സംഭവിച്ചു, ആ സെൽഫ് അവിടെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ എപ്പോഴും റീചെക്ക് ചെയ്ത് റീതിങ്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് എന്ത്? നമ്മളെ ഇളയ നമ്മളെ ചെറുതായിട്ടുള്ള, നമ്മളെക്കാൾ ചെറുതായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെക്കാൾ ഇളയവരായിട്ടുള്ള ആൾക്കാരോട് നമ്മൾ കരുണ കാണിക്കണം, മൂത്തവരായിട്ടുള്ള ആൾക്കാരോട് നമ്മൾ ബഹുമാനം കാണിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഈ കരുണ കാണിക്കണമെങ്കിലും ബഹുമാനം കാണിക്കണമെങ്കിലും നമുക്ക് നമ്മുടെ ഉള്ളിൽ സ്നേഹം വേണം. ഈ സ്നേഹത്തിൽ നിന്നാണ് എന്ത് വരുന്നത്? ഈ കരുണയും ബഹുമാനവും ദേഷ്യം, ഈവൻ എന്ത് ഒരു ഹ്യൂമന്റെ ഏതൊരു ഇമോഷൻ എടുത്ത് നോക്കിയാലും ഇറ്റ് വിൽ ബി റിലേറ്റഡ് ടു ലവ്, അല്ലെ? അപ്പൊ ഒരു ദേഷ്യം വാശി വരികയാണെങ്കിൽ പോലും അവിടെ സ്നേഹത്തിന്റെ ഒരു പങ്കുണ്ട്. അപ്പൊ ഈ ദേഷ്യം വരുമ്പോ എങ്ങനെയാണ് സ്നേഹത്തിന് റിലേറ്റ് ചെയ്ത് നിൽക്കാൻ ചോദിച്ചാല്, ദേഷ്യം വരുമ്പോൾ ഇഫ് ദർ ഈസ് ലാക്ക് ഓഫ് ലവ്, അവിടെ സ്നേഹത്തിന്റെ കുറവ് ഉണ്ടാകുമ്പോഴാണ് ദേഷ്യം വരുന്നത്. അപ്പൊ നമ്മൾ ഹ്യൂമണുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏത് ഇമോഷൻസ് എടുത്തു കഴിഞ്ഞാലും അവിടെ സ്നേഹം അവിടെ തൊട്ടടുത്തുണ്ടാവും. അപ്പൊ നമുക്ക് മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കാൻ പറ്റണമെങ്കിൽ ആക്ച്വലി നമുക്ക് ആദ്യം സെൽഫിന് ആദ്യം നമുക്ക് സ്നേഹം കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോഴാണ് ഈ സ്നേഹം, അതായത് നമ്മൾ എന്താണോ നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന സ്നേഹം എന്താണോ, നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്നേഹം എന്താണോ, നമ്മൾ റിസീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്നേഹം എന്താണോ, അതിനൊരു പൂർണ്ണത കൈവരുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഇത് എടുത്തു നോക്കിയാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ഇളയവരോട് കരുണ കാണിക്കുക, മൂത്തവരോട് ബഹുമാനിക്കുക എന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ സ്നേഹം കൊടുക്കാനാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ എന്നോട് കരുണ കാണിച്ചിട്ടുണ്ടോ, ഞാൻ എന്നെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ടോ, ഞാൻ എന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ റീതിങ്ക് ചെയ്യണം എന്നുള്ളതാണ്. കാരണം നമ്മൾ നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ആ ചെയ്യാത്തതിന്റെ പേരിൽ നമ്മളെ ഉള്ളില് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും, ഒരുപാട് പ്രഷർ വരും. അപ്പൊ ഈ പ്രഷറും ബുദ്ധിമുട്ടുകളും നിന്നുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു കാര്യം കൊടുക്കാൻ നിൽക്കുന്നതെങ്കിൽ ആ കാര്യം നമ്മൾ ഇഷ്ടത്തോട് കൂട്ടിയിട്ടായിരിക്കില്ല കൊടുക്കുക. ഓക്കെ, നമ്മൾ നീരസത്തോട് കൂടിയിട്ടായിരിക്കും കൊടുക്കുക. അപ്പൊ നമ്മളിപ്പോ അടുക്കളയിൽ ഭയങ്കര ഹെക്ടിക് ആയിട്ടുള്ള പണിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മളെ മോള് വന്നിട്ട് എന്തോ ഒരു കാര്യം നമ്മൾ ഇത് തരുമോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് നിക്കപ്പുറത്തില്ലാതെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളെ മൂഡ് എന്തായിരിക്കും? നമ്മളെ മൂഡ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. എന്നാ ഇതാ പിടിച്ചോ, നീ ഇത് കൊണ്ട് എന്താ ഇച്ച ചെയ്യുന്ന പറഞ്ഞിട്ട് അത് എന്താണോ ചോദിച്ചത് കയ്യിലായിട്ട് എറിഞ്ഞു കൊടുക്കലായിരിക്കും ചിലപ്പോൾ ചെയ്യാം. നമ്മളെ മൂഡ് അങ്ങനെ ആയിരിക്കും. അപ്പം അവിടെ നമുക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. വി ആർ ഇൻ ഡിസ്റ്റർബൻസിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഡിസ്റ്റർബൻസിൽ നിന്നുകൊണ്ട് ഒരാൾ നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് അവർക്ക് എന്താണോ വേണ്ടത് അത് ശരിയായ രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. വാട്ട് എവർ ഇറ്റ് ബി. ഇതേപോലെ തന്നെയാണ് നമ്മളെ മനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ കുട്ടികൾ നമ്മളെ അടുത്ത് നിന്ന് സ്നേഹം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ ഭർത്താവ് നമ്മളെ അടുത്ത് നിന്ന് സ്നേഹം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ
അപ്പൊ നമ്മള് എന്താണ് പാരന്റ്സ് നമ്മളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മള് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടോ, നമുക്കതിന് കഴിയുന്നുണ്ടോ എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്കും ഇതേപോലെ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മേക്ക് അസ് ഫീൽ സേഫ്. നമ്മളെ സ്റ്റേബിൾ ആക്കി നിർത്തുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഇത് നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ളവർക്കും ഇതേപോലെ നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് സെൽഫ് ലവ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാവും എന്നുള്ളതാണ്. ഒന്നുമില്ല, ജസ്റ്റ് ഞാൻ സിമ്പിൾ ടാസ്ക് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഫോണിൽ ഉണ്ടാവുമല്ലോ, സൂമിൽ ഉണ്ടാവുമല്ലോ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ ഫോട്ടോ, നിങ്ങളെ ഇമേജ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ തൊട്ടടുത്ത് ഒരു കണ്ണാടി ഉണ്ടെങ്കിലും ഒരു മിറർ ഉണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് നോക്കിക്കൊണ്ട് നിങ്ങളുടെ ഒരു കുറച്ച് ക്വാളിറ്റീസ് നിങ്ങൾക്ക് എണ്ണി പറയാൻ പറ്റുന്നുണ്ടോ ഒന്ന് നോക്കാം. അത് ചിലർക്ക് പെട്ടെന്ന് കിട്ടും, ഇങ്ങനെ ഇന്ന് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കിട്ടും. പക്ഷെ ചിലർക്ക് കുറച്ച് ആലോചിക്കേണ്ടി വരും. ചിലർ ഒരു 5 എണ്ണമൊക്കെ കഴിഞ്ഞാൽ സ്റ്റക്കായി പോകും, പിന്നെ പറയും എനിക്കൊന്നുമില്ല എന്ന് പറയും, അല്ലേ? അപ്പൊ നിങ്ങൾ ഇത് ഇന്ന് ഇപ്പൊ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഈ സെഷൻ കഴിഞ്ഞ് പോയിട്ട് നിങ്ങൾ വീട്ടിൽ ഒരു കണ്ണാടിന്റെ മുന്നിൽ പോയി നിന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല ക്വാളിറ്റീസ് നിങ്ങളെ നോക്കിക്കൊണ്ട് പറയാൻ പറ്റുന്നുണ്ടോ എന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ യു ക്യാൻ ഗെറ്റ് ടു ദ ഇൻഫ്ലുവൻസ് ദാറ്റ് നിങ്ങൾക്ക് സെൽഫ് ലവ് വളരെ കുറവാണ് എന്നുള്ളത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ടാസ്ക് ആണ് കേട്ടോ. ഇതുപോലെ ഒരുപാട് നമുക്ക് ഓരോന്നോരോന്ന് ചിന്തിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റിഫ്ലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് സെൽഫ് ലവ് ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പൊ സെൽഫ് ലവ് ഉണ്ടോ എന്ന് അറിയാൻ പെട്ടെന്ന് പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഇത്. അതായത് മിററിന്റെ മുന്നിൽ പോയി നിന്നിട്ട് നമ്മുടെ ക്വാളിറ്റീസ് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ, നമ്മളെ നോക്കി നിൽക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് നമ്മളെ കണ്ണാടിയിൽ നോക്കുമ്പോൾ അയ്യേ എന്നുള്ള ഫീലിംഗ് വരുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് സെൽഫ് ലവ് അത്യാവശ്യം ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ചില ആൾക്കാർക്ക് സെൽഫ് ലവ് വളരെ കുറവായിരിക്കും, പക്ഷെ ചില ആൾക്കാർക്ക് നല്ല ഹൈ സെൽഫ് ലവ് ആയിരിക്കും. അപ്പൊ നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ എടുത്ത് നോക്കിയാൽ അവരെ സെൽഫ് ലവ്, അവരെ സെൽഫ് ഇമേജ്, അവരെ സെൽഫ് എസ്റ്റീം ഒക്കെ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അവർക്ക് വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഇപ്പൊ എന്തെങ്കിലും ഒരു ഇൻസ്റ്റൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മളെ പ്ലേസ് ചെയ്യുന്നത്, വാട്ട് ഇസ് എ സ്പേസ് വി കീപ് ഫോർ അവർ സെൽഫ്, നമ്മൾ എവിടെയാണ് നമ്മളെ പൊസിഷൻ ചെയ്യുന്നത് എന്ന് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം. ഓക്കെ, നമ്മളെ കുറിച്ചുള്ള ചിന്തകളിലൂടെയാണ് നമുക്ക് നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. വാട്ട് വി തിങ്ക് അബൌട്ട് അവർ സെൽഫ്, നമ്മൾ നമ്മളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരു ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നിട്ട് എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോൾ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യന് ഉത്തരം അറിയെങ്കിൽ കൂടി നമ്മൾ അതിന് ആൻസർ പറഞ്ഞില്ല, വി ആർ ഡൗട്ടിങ് അവർ സെൽഫ്. അയ്യേ, എനിക്കറിയാം, പക്ഷെ ഇത് ആണോന്ന് എനിക്ക് ഉറപ്പില്ല, ഞാൻ ഇത് പറഞ്ഞാൽ തെറ്റിപ്പോകുമെന്നും എനിക്കറിയില്ല, അങ്ങനെ ഒരു ഫീലിംഗ് ഉള്ളിലുണ്ടെങ്കിൽ വി ആർ ഡൗട്ടിങ് അവർ സെൽഫ്, അല്ലെ? അപ്പൊ തന്നെ ഈ ഒരു ചിന്ത നമ്മളെ ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, വി ഡോണ്ട് ബിലീവ് അവർ സെൽഫ്. നമ്മൾ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസമല്ല. കാരണം എന്താണ്, നമ്മളിൽ എന്തുകൊണ്ടാണ് നമുക്ക് വിശ്വാസമില്ലാത്തത്, നമ്മൾ എന്തുകൊണ്ട് നമ്മളെ റെസ്പെക്ട് ചെയ്യാത്തത്? ബിക്കോസ് വി ഡോണ്ട് ലവ് അവർ സെൽഫ്. നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പൊ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ, അതായത് നമ്മളെ ചിന്തകളിലൂടെ നമ്മളെ കുറിച്ച് തോന്നുന്ന ഫീലിങ്സ് എന്താണ്, നമ്മുടെ ചിന്തകൾ എന്താണ് എന്ന് ചെക്ക് ചെയ്യുമ്പോൾ അറിയാം ഹൗ വി ഫീൽ അബൌട്ട് അവർ സെൽഫ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതേപോലെയുള്ള കാര്യമാണ് നമുക്ക് 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 വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്താലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇഫ് വി ഹാവ് സെൽഫ് ലവ് ഓർ നോട്ട് എന്നുള്ളത്. അപ്പോൾ ചെറിയൊരു കാര്യം പറയുന്നത് ഭക്ഷണത്തിന്റെ കാര്യമാണ് മെയിനായിട്ട് നമുക്ക് പ്രത്യേകിച്ചും ലേഡീസിന് നമുക്ക് പ്രൊജക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത്. ഈ ഭക്ഷണത്തിന്റെ കാര്യം എടുത്തു നോക്കിയാൽ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷണവും എപ്പോഴും നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് ഉണ്ടാക്കുക നമ്മളെ വീട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കും. എന്റെ മകൾക്ക് എന്ത് വേണം, എന്റെ ഹസ്ബൻഡിന് എന്ത് വേണം, എന്റെ പാരന്റ്സിന് എന്ത് വേണം എന്ന് കരുതിയിട്ടാണ് നമ്മൾ പലപ്പോഴും ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ എനിക്ക് അവിടെ ഈ സമയത്ത് എന്ത് വേണം എന്ന് ഒരിക്കൽ പോലും പലരും വിചാരിക്കുന്നുണ്ടാവില്ല. വാട്ട് ഐ ലൈക്ക്, എനിക്ക് എന്ത് വേണം, എനിക്ക് എന്താണ് ഇഷ്ടം, അത് ഞാൻ എനിക്ക് കൊടുക്കാൻ തയ്യാറാവുന്നുണ്ടോ ഒന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഹൗ മച്ച് വി ലവ് അവർ സെൽഫ് എന്നുള്ളത്. അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നേരത്തെ നമുക്ക് നമ്മുടെ സമയമാകുമ്പോൾ, നമുക്ക് വിശക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടോ, നമുക്ക് മറ്റുള്ളവർക്ക് സെർവ് ചെയ്യുന്ന പോലെ നമ്മൾ നമുക്ക് സെർവ് ചെയ്യുന്നുണ്ടോ, മറ്റുള്ളവർക്ക് ജ്യൂസ് അടിക്കുമ്പോൾ നമുക്കും ഒരു ഗ്ലാസ് എക്സ്ട്രാ നമുക്ക് വേണ്ടി കരുതിയിട്ട് ആ ജ്യൂസ് അടിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ
എങ്കിൽ നമുക്ക് പറയാം വി ലവ് അവർ സെൽഫ്. ഇല്ലെങ്കിൽ നമ്മളെ സെൽഫ് ലവ് എന്ന് പറയുന്നത്, നമുക്ക് നമ്മളോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇപ്പൊ പലരും സെൽഫ് ലവിന് സെൽഫിഷ്നെസ്സിനോട് കൂടിയിട്ട് സെൽഫിഷ്നെസ് അല്ലേ എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പൊ ഞാൻ എന്റെ ശരീരത്തെ നോക്കുമ്പോൾ, ഞാൻ ഒരു ഗ്ലാസ് ജ്യൂസ് എക്സ്ട്രാ എനിക്ക് വേണ്ടി കുടിക്കുമ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കാറുണ്ട് അല്ലെ. ഇപ്പൊ വീട്ടില് എനിക്ക് നമുക്ക് എന്തെങ്കിലും അസുഖം വന്ന് നമ്മൾ റെസ്റ്റിന് ആഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ ബോഡി റെസ്റ്റിന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മൾ വിചാരിക്കും, ഞാനിപ്പോ ഇവിടെ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാല് എന്റെ വീട്ടിലുള്ള മറ്റുള്ളവർ അത് ആക്സെപ്റ്റ് ചെയ്യുമോ, അവരെന്ത് വിചാരിക്കും, ഞാൻ കള്ളത്തരം പറയാണോ എന്നുള്ള ചിന്തകളൊക്കെ നമ്മളെ ഉള്ളിലേക്ക് വരും. അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്തില്ലെങ്കിൽ അവർ എന്നെ കുറ്റപ്പെടുത്തുമോ എന്നുള്ള ചിന്തകൾ നമ്മളെ അലട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവിടെ റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുന്നത്, നമ്മളെ ബോഡിക്ക് അത് ആവശ്യമാണെങ്കിൽ കൂടി നമ്മളെ ശരീരത്തിന് ആ ഒരു റെസ്റ്റ് അനുവദിക്കാതെ നമ്മൾ അതിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും അല്ലെ. ആ ബുദ്ധിമുട്ടി, അതായത് നീ ഇപ്പോ കിടക്കേണ്ട ആളല്ല, കാരണം എന്താണ്, നിനക്ക് ഇവിടെ കുറെ പണികൾ അപ്പുറത്ത് ചെയ്യാനുണ്ട്, അപ്പൊ ഇവിടെ കിടന്നാൽ ശരിയാവില്ല, നിനക്ക് കൈവേദന ഉണ്ടായിക്കോട്ടെ, കാലുവേദന ഉണ്ടായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി. പക്ഷെ എന്താണ്, ഈ ഒരു ഇപ്പൊ നിനക്ക് അതല്ല ചെയ്യേണ്ടത്, ഇപ്പൊ റെസ്റ്റ് അല്ല നിന്റെ പ്രയോറിറ്റി, മറ്റുള്ളവർക്ക് നിനക്ക് കുറച്ച് ഡ്യൂട്ടീസ് ഒക്കെ ചെയ്തു കൊടുക്കാനുണ്ട്, അവർക്കോട് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അവരെ നോക്കാൻ നിനക്ക് ബാധ്യതയുണ്ട്. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം, നീ അവിടെ അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ റെസ്റ്റ് നിഷേധിച്ച് അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പോവുകയാണെങ്കിൽ ആക്ച്വലി നമ്മൾ നമ്മളെ ബോഡീനെ ബുദ്ധിമുട്ടിലാക്കുകയാണ് ചെയ്യുന്നത്. വി ആർ നോട്ട് ലുക്കിംഗ് അവർ സെൽസ്. നമ്മളെ ബോഡീനെ ഇടങ്ങേറാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, നമുക്ക് ഈ ശരീരം, നമ്മുടെ ഭൂമിയിൽ ജീവിക്കാനാണ് നമുക്ക് ശരീരം വേണ്ടത് അല്ലെ. നമ്മളെ ഉള്ളിൽ ഒരു സോൾ ഉണ്ട്, ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിന് ഭൂമിയിൽ ജീവിക്കാൻ നിലനിൽക്കണമെങ്കിലാണ് നമുക്ക് എന്ത് വേണ്ടത്, ബോഡി വേണ്ടത്. അല്ലെങ്കിൽ ബോഡി വേണ്ട, ഈ ഭൂമി വിട്ടു പോവുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരം ആവശ്യമേ ഇല്ല. അപ്പൊ ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു ഉപകരണമാണ് ആക്ച്വലി ദൈവം നമുക്ക് തന്ന ഈ ശരീരം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി സ്നേഹത്തോടെ ദൈവം നമുക്കൊരു ശരീരം, എല്ലാ എല്ലാ ഫെസിലിറ്റീസോട് കൂടിയിട്ടും എല്ലാ കഴിവുകളോട് കൂടിയിട്ടും ഒരു വൈകല്യവും ഇല്ലാതെ നമുക്ക് നല്ല ഒരു ശരീരം ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ശരീരത്തെ നോക്കാനുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കാണുള്ളത്, മറ്റുള്ളവർക്കല്ല. എനിക്ക് ടയേർഡ് വരുമ്പോൾ മറ്റുള്ളവരിൽ നിന്നല്ല നമ്മൾ എന്ത് പറയേണ്ടത്, ഈ സ്നേഹം പ്രതീക്ഷിക്കേണ്ടത്. മോളെ നീ പോയി കുറച്ചു നേരം കിടന്നോ, നിനക്ക് വയ്യാത്തതല്ലേ എന്ന് മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാൻ നമ്മൾ കാത്തു നിൽക്കരുത് എന്നുള്ളതാണ് നമുക്ക് ദൈവമാണ് ഈ ശരീരം എന്നത്. ഓക്കെ, ദൈവമാണ് ഈ ശരീരം എന്നത്. അപ്പൊ ദൈവം തന്ന ഈ ശരീരത്തിനെ നോക്കാനുള്ള ബാധ്യത എന്റെ കയ്യിലാണ്, ഞാനാണ്. ദൈവം എന്നെ വിശ്വസിച്ചിട്ട് എനിക്കൊരു ശരീരം, എന്റെ ആത്മാവിന് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു ശരീരം തന്നിട്ടുണ്ടെങ്കിൽ ആ ശരീരത്തെ നോക്കാനുള്ള ബാധ്യത എനിക്കാണ്. ഈ ഒരു ചിന്തയോട് കൂടിയിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് അതിനാവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ ദാറ്റ് ഇസ് നെവർ സെൽഫിഷ്നെസ്. അതൊരിക്കലും സെൽഫിഷ്നെസ് ആയി പോകില്ല. ദാറ്റ് ഇസ് ഓൺലി സെൽഫ് ലവ്. കാരണം നമ്മുടെ ശരീരത്തിനോടുള്ള ബാധ്യത നിറവേറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് ഈ ഭൂമിയിൽ ആരോടെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് പ്ലേസിൽ കിടക്കുന്നത് നമ്മളോടുള്ള ഉത്തരവാദിത്തമാണ്. അത് നമ്മുടെ മക്കളോടല്ല, ഭർത്താവിനോടല്ല, പാരന്റ്സിനോടല്ല. അത് നമ്മളോടുള്ള ഉത്തരവാദിത്തമാണ് ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത്. വി ഹാവ് ടു പ്ലേസ് അവർ സെൽഫ് ഫസ്റ്റ്. നമുക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, എന്നിട്ടാണ് ബാക്കിയുള്ളവർക്ക് കൊടുക്കേണ്ടത്. പലപ്പോഴും നമ്മൾ ബാക്കിയുള്ളവർക്ക് ഫസ്റ്റ് പൊസിഷൻ കൊടുത്തിട്ട് നമ്മളെ ലാസ്റ്റ് കൊണ്ടുപോയി വെക്കും. അപ്പൊ ഈ ലാസ്റ്റ് കൊണ്ടുപോയി വെക്കുമ്പോൾ നമ്മളെ മനസ്സിൽ എപ്പോഴും തീയുമായിരിക്കും, നമ്മളെ കാര്യങ്ങളൊന്നും നടക്കുകയും ചെയ്യില്ല. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓൾവേസ് ഗിവ് പ്രയോറിറ്റി ടു യുവർ സെൽഫ്. ഈ നമ്മൾക്ക് പ്രയോറിറ്റി കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ നോക്കുമ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടല്ല നമ്മൾ നോക്കേണ്ടത്. ബട്ട് നമുക്ക് നോ പറയേണ്ടത്, നമുക്ക് ഡിപ്ലോമാറ്റിക് ആയിട്ട് നോ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പൊ ഓഫീസിൽ ഒരുപാട് പണികളുണ്ട്, അപ്പൊ ഒരുപാട് ഫയൽസ് ചെക്ക് ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പൊ എനിക്ക് ഒരുപാട് പണി ഉണ്ടാകുമ്പോൾ തന്നെ എൻ്റെ ഒരു കൊളീഗ് വന്നിട്ട് എന്നോട് ഒരു ഹെൽപ്പ് ചോദിക്കുകയാണ്, എനിക്ക് ഇതൊന്ന് ചെയ്തു തരുമോ, എനിക്ക് ഇന്ന് ഒന്ന് അത്യാവശ്യമായിട്ട് പുറത്തു പോകണം, എനിക്കിതൊന്ന് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമാണ്, എനിക്കിതൊന്ന് ചെയ്തു തരുമോ എന്ന് ചോദിക്കും. അപ്പൊ ഓൾറെഡി നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരുപാട് പണികൾ അവിടെ പെൻഡിങ് ആണ്, നമുക്കും ഇന്ന് സബ്മിറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ എന്താണ്, ആക്ച്വലി അത് നമ്മളെ കൊണ്ടാവുന്ന കേസല്ല. പക്ഷെ നമുക്ക് എന്താണ്, എവിടേക്കോ എന്തിൻ്റെക്കോ മറ്റുള്ളവരെ
പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ ബോധിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവരെന്നെ കുറിച്ച് മോശമായിട്ട് വിചാരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യും. ശരിക്കും നമുക്ക് അതിനുള്ള ടൈമില്ല, നമുക്ക് അതിനുള്ള എനർജി ഇല്ല, നമുക്ക് അത് ചെയ്യാനുള്ള ഒന്നും മീൻസ് അതിന്റെ കേപ്പബിലിറ്റിയും ചിലപ്പോൾ ഒരു പക്ഷേ ഉണ്ടായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പുഷ് ചെയ്ത് ആ പണിയും ചെയ്യും, നമ്മളെ പണിയും ചെയ്യും. ചിലപ്പോൾ നമ്മളെ പണി ലാഗ് ചെയ്താലും വേണ്ടില്ല, അവരെ പണി, അവരെ ടാസ്ക്, അവരെ പ്രൊജക്ട് എന്താണോ അത് നമ്മൾ വേഗം ചെയ്തു കൊടുത്തിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷെ എന്ത് ചെയ്യും, ചീത്തയും കേട്ടിട്ട് വേണമെങ്കിൽ പിറ്റേന്ന് സബ്മിറ്റ് ചെയ്യാൻ നമ്മൾ റെഡിയാവും. ആക്ച്വലി ഇവിടെ നമ്മൾ നമ്മളെ തന്നെ കുരുതിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ഇവിടെ നമ്മൾ നമ്മളെ തന്നെ അബ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല, നമ്മളെ സ്നേഹമില്ലാത്തത് കൊണ്ട് വി ആർ ഗിവിങ് എ ചാൻസ് ഫോർ അസ് അവർ സെൽഫ് ടു ഗെറ്റ് അബ്യൂസ്ഡ്. നമ്മൾ അബ്യൂസ് എന്ന് കേൾക്കുമ്പോൾ എന്താണ് വിചാരിക്കുമ്പോൾ ഒരു വേറൊരാൾ വന്നിട്ട് നമ്മളെ എന്താണ് മനഃപൂർവ്വം അല്ലെങ്കിൽ ബലാത്കാരമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിനെയാണ് നമ്മൾ അബ്യൂസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ നമ്മളോട് ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ ഒരിക്കലും ആ വേർഡ് ഉപയോഗിക്കില്ല, നമ്മൾ ഒരിക്കലും ആ വേർഡ് ഉപയോഗിക്കില്ല. പക്ഷെ ഇവിടെ ആക്ച്വലി നമുക്ക് ഇല്ലാത്ത സമയം ഉണ്ടാക്കി മറ്റുള്ളവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നമ്മൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ, നമ്മളെ പുഷ് ചെയ്യുകയാണെങ്കിൽ, നമ്മളെ നിർബന്ധിക്കുകയാണെങ്കിൽ, നമ്മളെ എനർജി, നമുക്കില്ലാത്ത എനർജി വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ആ എനർജി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മളെ ടൈം, എനർജി, നമ്മളെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർ നമ്മളുടെ പോയിട്ട് നമ്മളുടെ വക വെക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ചെയ്യുകയാണെങ്കിൽ then I will say that it is self abuse ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ. പക്ഷെ ഇങ്ങനെ രീതിയിൽ പലരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. വേറൊരാൾ, പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് നമ്മളോട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ വി സേ ഇറ്റ് ആസ് ആൻ അബ്യൂസ്. പക്ഷെ അതേസമയം നമ്മൾ നമ്മളോട് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു ടേം യൂസ് ചെയ്യില്ല. ഇത് പക്ക അബ്യൂസ് ആണ്. കാരണം അവിടെ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്, നമ്മളെ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്, നമ്മൾ അവോയ്ഡ് ചെയ്ത് അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ വേറൊരു സ്ഥലത്ത് പോയി, ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് പച്ചക്ക് ഒരാൾ നമ്മളെ അവഗണിക്കുകയാണെങ്കിൽ, ഒരു തെറി പറയുകയാണെങ്കിൽ വി ഫീൽ അഷെയിംഡ്, നമ്മൾ എംബറാസ്ഡ് ആവും അല്ലെ. നമുക്ക് എന്തൊക്കെയോ ഒരാൾ വന്ന് എന്നെ കുറ്റപ്പെടുത്തി പറയുകയാണെങ്കിൽ നമുക്ക് എന്താ തോന്നുക, അയാൾ എന്നോട് അങ്ങനെ ചെയ്തു, ഞാൻ അത്രയും വിലയില്ലാത്ത ആളാണ്, ഞാൻ അത്രയും വേർത്ത് ആയിട്ടില്ലാത്ത ആളാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അയാളിൽ കുറെ കുറ്റങ്ങൾ വരുത്തും അല്ലെ, അയാളെ നമ്മൾ കുറെ കുറ്റം പറയാൻ നോക്കും. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മളെ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ അറിയുന്നില്ല. അത് നമ്മൾ എന്തോ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മൾ എന്തും ചെയ്യാലോ, നമുക്ക് നമ്മളെ കുറ്റപ്പെടുത്താലോ, നമുക്ക് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനൊന്നും നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ. പക്ഷെ വേറൊരാൾ വന്നിട്ട് നമ്മളെ കുറ്റം പറയുന്നത് നമുക്ക് സഹിക്കേയില്ല. പക്ഷെ നമ്മൾ എത്രയോ പ്രാവശ്യം ഒരു ദിവസം തന്നെ നമ്മൾ ഒരുപാട് തവണ നമ്മളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതൊന്നും നമ്മൾ കണക്കിലെടുക്കുന്നില്ല എന്നല്ല. എങ്ങനെ നമ്മൾ കുറ്റപ്പെടുത്തും, നമ്മളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഇത് ഇങ്ങനെ ഒരു കാര്യം എൻ്റെ അടുത്ത് നിന്ന് വന്നു പോയില്ലേ, പക്ഷെ നീ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മളെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് വന്നു, ഓക്കെ. അപ്പൊ നമ്മൾ പറയും എന്താണ്, നീ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല, നീ അത് കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതായിരുന്നു, നീ എന്ത് പണിയാണ് ചെയ്തത് എന്ന് വിചാരിച്ച് അതിങ്ങനെ പറഞ്ഞ് നമ്മളെങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആക്ച്വലി അവിടെ നമ്മളെ ബുദ്ധിമുട്ടിലാക്കാണ് അല്ലേ ചെയ്യുന്നത്. പക്ഷെ അതേസമയം നമ്മളെ ഏതെങ്കിലും ബെസ്റ്റ് ഫ്രണ്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കുടുംബക്കാരോ അടുത്ത് നിന്നാണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് മിസ്റ്റേക്ക് വന്നതെങ്കിൽ നമ്മൾ സാരല്ലടോ, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, നമുക്ക് അറിയാതെ പറ്റിയതല്ലേ, പോട്ടെ, ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്നതാണ്, നീ അത് വിട്ടേക്ക് എന്ന് പറഞ്ഞ് നമ്മൾ അവരെ സമാധാനിപ്പിക്കാം. പക്ഷെ അതേസമയം നമ്മളെ ഭാഗത്തു നിന്നാണ് അത് വന്നതെങ്കിൽ നമ്മൾ അതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല. നമ്മളിങ്ങനെ കുത്തി 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 നമ്മളോട് എങ്ങനെ എന്താ പറയാ, എന്നാലും നീ അത് ചെയ്തില്ല, എന്നാലും നീ അത് ചെയ്തില്ല, നിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ വരാൻ പാടില്ല, നീ കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളെങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളാണ് നിങ്ങൾ, വല്ലാതെ നിങ്ങളെങ്ങനെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, യു ഡോണ്ട് ഹാവ് ദി സെൽഫ് ലവ്, നിങ്ങൾക്ക് ഇഷ്ടമല്ല. കാരണം നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ, നമ്മൾ ബഹുമാനിക്കുന്ന ഒരാളെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തൂല അല്ലെ. അല്ലെ, ഇപ്പൊ നമ്മുടെ മുന്നിലേക്ക് നമ്മൾ എവിടെയെങ്കിലും ഫംഗ്ഷന് പോയാൽ നമ്മൾ എന്താണ് നോക്കി കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ വളരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നമ്മൾ എന്താണ് വളരെ ബഹുമാനത്തോട് കൂടിയിട്ടായിരിക്കും നമ്മൾ നോക്കുക. അവരിൽ നമുക്ക് ഒരു കുറ്റവും നമുക്ക് കാണാൻ പറ്റില്ല, അവരെ നമ്മൾ പക്ക പെർഫെക്റ്റ് പൊസിഷനിലേക്ക് നമ്മൾ അവിടെ നിർത്തിയിട്ടുണ്ടാവുക. പക്ഷെ ഇതേപോലെ നമുക്ക് നമ്മളെ കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത്. കാരണം നമുക്ക് അങ്ങനെ നമ്മളെ വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മളെ പൊസിഷൻ ചെയ്ത് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അതായത് നമ്മളെ കുറ്റപ്പെടുത്താതെ നമ്മളിൽ എന്തൊക്കെ കുറ്റങ്ങളോ കുറവുകളോ എന്തുണ്ടായിക്കോട്ടെ അതിലൊക്കെ ഓക്കെ, ഇത് എന്റെ ഭാഗമാണ്, ഐ ആക്സെപ്റ്റ് ഇറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മളെ കാണാൻ പറ്റാതെ നിൽക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, യു ഡോണ്ട് ഹാവ് ഇനഫ് സെൽഫ് ലവ് എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഈ സെൽഫ് ലവ് കുറവുള്ള ആൾക്കാർക്ക് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. അവർക്ക് ശരിയായ രീതിയിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഇത് വേണോ അത് വേണോ, അങ്ങനെ ആക്കണോ ഇങ്ങനെ ആക്കണോ എന്ന് പറഞ്ഞിട്ട് അവരുടെ ചിന്തകൾ ഇങ്ങനെ മാറി മറിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ചിന്തകൾ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം ഈ ഡ്രസ്സ് എടുത്താൽ മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് പറയും,
അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഈ ഉമ്മക്ക് ഇഷ്ടാവോ, അല്ലെങ്കിൽ അനിയത്തി ഇതിനെക്കുറിച്ച് കുറ്റം പറയും എന്ന് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആക്ച്വലി നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഇഷ്ടം അവിടെ അല്ല, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു അവയർനെസ് നമുക്കില്ല. ഓക്കെ, അവിടെ നമ്മൾ ചിന്തിക്കുന്നത് മറ്റുള്ളവരെ കുറിച്ചിട്ടാണ്. മറ്റുള്ളവരെന്ന് വിചാരിക്കും, മറ്റുള്ളവരെ ഇഷ്ടപ്പെടുമോ, അപ്പൊ നമ്മളെ ഇഷ്ടം എവിടെ പോയി? അപ്പൊ നമ്മളെ ഇഷ്ടം എന്താണ് നമുക്ക് അറിയാൻ പറ്റാത്തത്, കാരണം നമുക്ക് നമ്മളെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്. നമ്മളെ ഇഷ്ടം ഉണ്ടായാലല്ലേ നമുക്ക് നമ്മളെ കുറിച്ചുള്ള ക്വാളിറ്റീസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളെ സ്നേഹിക്കണമെങ്കിൽ, നമുക്ക് നമ്മളെ അറിഞ്ഞ് നമ്മുടെ എല്ലാം ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഒരു സെൽഫ് അവയർനെസ് വേണം. ഈ സെൽഫ് അവയർനെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ടാവണം. അല്ലാതെ ഇതൊന്നും ഇല്ലാതെ നമ്മളൊരു ഹവയിൽ ഇങ്ങനെ ജീവിച്ചു പോവുകയാണെങ്കിൽ ആരെന്ത് പറഞ്ഞാലും നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, നീ ഒന്നിനും കൊള്ളാത്തതാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നിനും കൊള്ളാത്തതാണ്, എന്നെ കൊണ്ടൊന്നിനും പറ്റില്ല. ഓക്കെ, നീ അടിപൊളിയാണ് എന്ന് പറഞ്ഞാലും ഞാൻ അടിപൊളിയാണ്. അപ്പൊ ഇതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആരെന്ത് എന്ന് പറഞ്ഞാലും നമ്മൾ അത് സ്വീകരിക്കും. അങ്ങനെയുള്ള ഒരു പാത്രമായിട്ടായിരിക്കും നമ്മൾ നിൽക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കേണ്ട ഒരാളല്ല നമ്മൾ. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് വേണം. നമ്മുടേതായിട്ട് എന്താണ് ഉള്ളത്, നമ്മുടേതായിട്ടുള്ള സ്റ്റാൻഡ് എന്താണ്, നമ്മുടെ ടാലൻസ് എന്താണ്, കഴിവുകൾ എന്താണ്, കുറവുകൾ എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കണം. അപ്പോഴാണ് നമ്മുടെ സെൽഫ് അവയർനെസ് കംപ്ലീറ്റ് ആവുക. ഈ സെൽഫ് അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒഴിവാക്കേണ്ടതൊക്കെ ശരിയായ രീതിയിൽ ഒഴിവാക്കാൻ പറ്റുക. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരാളോട് നോ എന്ന് പറയുന്നത്, എനിക്കിത് ചെയ്യാൻ പറ്റില്ല കേട്ടോ, സോറി, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, എനിക്കിത് ചെയ്യാൻ പറ്റില്ല, സോറി എന്ന് ഡിപ്ലോമാറ്റിക് ആയിട്ട് നോ പറയണമെങ്കിൽ എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് മനസ്സിലാക്കാനുള്ള അവയർനെസ് എനിക്ക് വേണം. എനിക്ക് എന്ത് പറ്റും എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റണം. എനിക്ക് സമയമുണ്ടോ, എനിക്ക് എനർജി ഉണ്ടോ, ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ നമ്മളെ കുറിച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നും മറ്റുള്ളവരോട് എങ്ങനെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യണമെന്നും നമുക്ക് മനസ്സിലാവുക. ഒരാളോട് നോ എന്ന് പറയണമെങ്കിലും, അല്ലെങ്കിൽ എനിക്കിതിന് കഴിയില്ല എന്ന് പറയണമെങ്കിലും ആദ്യം നമ്മളെ കുറിച്ചുള്ള ധാരണ വേണം. അപ്പൊ നമ്മളെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ചിലർക്ക് സ്ട്രെങ്ത്തിനെ കുറിച്ചിട്ട് ഭയങ്കര ഇതായിരിക്കും, പക്ഷെ ഈ വീക്ക്നെസ് ആയിരിക്കും ചിലർക്ക് എന്ത് ചെയ്യാം, ഒന്ന് മുൻപന്തിയിൽ നിൽക്കാം. കൂടുതലായിട്ട് അവരെ വീക്ക്നെസ്സിലേക്കായിരിക്കും അവർ ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കുക. എന്റെ കുറവുകൾ എന്താണ്? ഓക്കെ, ഈ കുറവുകളിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അവരവരെ കുറവുകൾ മാത്രമേ കാണൂ. അപ്പൊ എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ആ ഒരു പ്രശ്നത്തെ എന്നിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് അത് എന്നെ ആക്കി ഞാൻ മാറ്റും. അതായത് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും ട്ടോ. അപ്പൊ ഞാനൊരു ദേഷ്യക്കാരിയാണ്. ഓക്കെ, ഞാനൊരു ദേഷ്യക്കാരിയാണ്. അപ്പൊ ഈ ഒരു ചിന്ത ഞാൻ ഇങ്ങനെ പിന്നെയും പിന്നെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ഞാനൊരു ദേഷ്യക്കാരിയാണ്, അതെന്റെ ഒരു കുറവാണ്, എന്റെ ഒരു പോരായ്മയാണ് പെട്ടെന്ന് ദേഷ്യം പിടിക്കാനുള്ളത്. അപ്പൊ ഞാൻ എന്നെ ഇതിങ്ങനെ എന്ത് പറഞ്ഞു കൊടുക്കും, എനിക്ക് ദേഷ്യമാണ്, ഞാനൊരു ദേഷ്യക്കാരിയാണ് ഇങ്ങനെ നമ്മളെ തോട്ട് ലെവലിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ആക്ച്വലി നമ്മൾ നമ്മളെ തന്നെ അങ്ങനെ ലേബൽ ചെയ്യാണ് ചെയ്യുന്നത്. ഞാനൊരു ദേഷ്യക്കാരിയാണ്, നമ്മൾ അറിഞ്ഞോ അറിയാതോ രണ്ടോ മൂന്നോ നാലോ തവണ നമ്മൾ ഒരുപക്ഷെ ദേഷ്യം പിടിച്ചിട്ട് പോയിട്ടുണ്ടാവും. പക്ഷെ അത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ദേഷ്യം പിടിച്ചത് എന്ന റീസൺ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ ഇതൊരു ഒരു രണ്ടു മൂന്നാല് പ്രാവശ്യം ഇത് തുടർച്ചയായിട്ട് നമ്മുടെ ലൈഫിൽ അങ്ങനെ വരികയാണെങ്കിൽ, നമ്മൾ നമ്മളെ തന്നെ അതൊരു ലേബിൾ ആക്കുകയാണെങ്കിൽ, ഇങ്ങനെ പിന്നെയും പിന്നെ പറഞ്ഞ് അത് ലേബിൾ ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ അതായിട്ട് മാറുന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ലേബൽ, ഇപ്പൊ ഞാൻ ദേഷ്യക്കാരിയാണെന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങൾ അത് ദേഷ്യക്കാരിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. യു ആർ ലേബലിംഗ്. അപ്പൊ നമ്മുടെ കുറവുകള് നമ്മളെ ഡിഫൈൻ ചെയ്യാൻ ഒരിക്കലും നമ്മൾ അനുവദിക്കരുത്. നമ്മുടെ കുറവുകളെ നമ്മളെ ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടർ ട്രേറ്റ് നമ്മളാണ് എന്ന് ഒരിക്കലും നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഒരിക്കലും നമ്മൾ ശ്രമിക്കരുത്. കാരണം അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതായിത്തീരും. പിന്നെ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കത് മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ അനുവദിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് ആക്ച്വലി നമ്മൾ അങ്ങനെ ആയിട്ട് മാറുന്നത്. സോ ഒരിക്കൽ പോലും നമ്മളെ നമ്മുടെ കുറവുകൾ കൊണ്ട്, പോരായ്മകൾ കൊണ്ട് അങ്ങനെ നമ്മളെ ലേബൽ ചെയ്യാൻ ഒരിക്കലും നമ്മൾ സമ്മതിക്കരുത് എന്നുള്ളത്. മനുഷ്യന്മാരാണ്, നമുക്ക് തെറ്റുകൾ പറ്റും, ഇറ്റ് ഇസ് ഒബ്വിയസ്, അതങ്ങനെയാണ്. പക്ഷെ നമുക്ക് ഉണ്ടാവുന്ന